നവീൻ ബാബുവിന്റെ മരണം വീണ്ടും ഉയർന്നു വരികയാണ്. CBIക്ക് വിട്ടിട്ടുണ്ട്. വലിയ നമുക്ക് എന്താ പറയാ ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടെ. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നാണ് എന്നും കേരളം ആഗ്രഹിച്ചിട്ടുള്ളത്. കൂടാതെ അദ്ദേഹത്തിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകുന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ഈ നവീൻ ബാബുവിന്റെ മരണവും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അത് എത്രത്തോളം പുരോഗതിയിലേക്ക്, അതായത് അദ്ദേഹത്തിന് നീതി കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സതീശൻ സർക്കാരിന് കഴിയുമെന്നുള്ളതാണ്. CBI ആണ് അന്വേഷണം നടത്തുന്നത് എങ്കിൽ പോലും. രണ്ടാമത്തേത്, മകൾക്ക് ആശ്രിത നിയമനം നൽകേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പരക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനുള്ള കാരണം ഞാൻ സാറിനോട് ഓഫ് റെക്കോർഡ് സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയം കേരളത്തിൽ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുക? അതായത് ആശ്രിത നിയമനം നൽകിയത് ശരിയാണോ? CBI അന്വേഷണം കൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങുമോ? കേരളക്കര വിചാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി കിട്ടുമോ? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഇപ്പോൾ ആശ്രിത നിയമനം കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇദ്ദേഹമാണ് അവിടുത്തെ വരുമാനം കിട്ടുന്ന ആൾ, ഇൻകം വേജ് ഏണർ. അദ്ദേഹം നഷ്ടപ്പെട്ടാൽ ആ കുടുംബം അനാഥമായി പോകും എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു ധാർമ്മികതമായി അദ്ദേഹത്തിന് കൊടുക്കണോ എന്നുള്ള ചോദ്യം. ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു മനയുള്ളത്, അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ, നവീൻ ബാബുവിൻ്റെ ഭാര്യ ഉദ്യോഗസ്ഥയാണ്, സർക്കാർ ഉദ്യോഗസ്ഥയാണ്, തഹസിൽദാർ. അതാണ്. അപ്പോൾ തഹസിൽദാരാണ് ഭാര്യ അല്ലെങ്കിൽ അമ്മ എന്നതുകൊണ്ട് മകൾക്ക് ഡൈൻ ഹാർനസിന് കൊടുക്കണോ എന്നുള്ള ചോദ്യം. നിയമപരമായി അങ്ങനെ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മകളൊരു എൻറ്റിറ്റിയാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഒരു വിധി വന്നിട്ടുള്ളത്, മകൾ വിവാഹിതയാണെങ്കിലും ഡൈൻ ഹാർനസിന് അർഹതയുണ്ട് എന്നുമാണ്. മകൾ വിവാഹിത എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ പോലും മകൾക്ക് അർഹതയുണ്ടെന്ന്. അതിന് കാരണം സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആശ്രയിച്ച് മാത്രമല്ല സ്ത്രീകൾ ജീവിക്കുന്നത് എന്നൊരു കാര്യം. അപ്പം അതുകൊണ്ട് നിയമപരമായ തടസ്സമില്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ചെറിയൊരു കാര്യമാണ്. മറുവശത്ത് യഥാർത്ഥ നീതി വരണമെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർ ആരായാലും ശിക്ഷിക്കപ്പെടും. നമ്മൾ പൊതുവെ ഈ ഗിരിപ്രഭാഷണം നടത്തുന്ന പോലെ ഇങ്ങനെ പറയും, നീതി കിട്ടണം എന്നൊക്കെ പറയും. അത് പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗവത പാരായണക്കാരോ ഒക്കെ പറയുന്ന പോലെ പറയുന്നതല്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് നീതി കിട്ടുക? ഒന്നാമത്തെ ചോദ്യം, അത് ആത്മഹത്യയാണോ എന്നതിൽ തീരുമാനമെടുക്കണം. ആത്മഹത്യയാണെങ്കിൽ ഒരു പക്ഷേ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇപ്പോൾ നിലവിലുള്ള കേസ് അനുസരിച്ച് ദിവ്യ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM നേതാവ് അതിന് ഇരയാവാം. അവരായിരിക്കാം ചിലപ്പോൾ അതിന് കാരണമെന്ന് കണ്ടെത്താം. അങ്ങനെയാണല്ലോ ഇപ്പം നിലനിൽക്കുന്ന കേസ്. പക്ഷെ പലരൊക്കെ വിശ്വസിക്കപ്പെടുന്നത് അതൊരു ആത്മഹത്യ അല്ല എന്നാണ്. അതിന് പല കാരണങ്ങളും. ഒന്ന്, ഇദ്ദേഹം വളരെ ബോൾഡാണ്, വളരെ ധൈര്യമുള്ള. കാരണം BP ദിവ്യയെ പോലെ ഒരാളോട് അടിച്ചു നിൽക്കാൻ, കണ്ണൂർ ജില്ലയിൽ അടിച്ചു നിൽക്കാൻ ശേഷിയുള്ള എന്തോ പാർട്ടിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നിൽക്കാൻ ശേഷിയുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെയും പാർട്ടി കുടുംബമാണ്, വളരെ സ്ട്രോങ് ആയ ഒരു പാർട്ടി കുടുംബമാണ്. മാത്രമല്ല, ഒരു സാഹചര്യ തെളിവ് കൂടി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രാവിലെ 4 മണിക്ക് തന്നെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ഭാര്യയും 2 പെൺമക്കളോടും ഞാൻ ഈ ട്രെയിൻ വരുന്നില്ല എന്നെങ്കിലും പറയും. അങ്ങനെയെങ്കിലും പറയാമല്ലോ. അവർ രാവിലെ 4 മണിക്ക് വന്ന് പടി പോലെ നിൽക്കേണ്ട കാര്യമില്ല. എന്നിട്ട് കാത്തു നിന്നിട്ട് എന്താ വരാത്തതെന്ന് അന്വേഷിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തല്ല എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റ് ഒരുപാട് സാഹചര്യ തെളിവുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നാമത്, ഇയാളെ കൊണ്ടുവിട്ടു എന്ന് പറയുന്ന ഡ്രൈവറുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു എന്നാണ് ഡ്രൈവർ പറയുന്നത് നവീൻ ബാബുവിന്. അത് കഴിഞ്ഞ് നവീൻ ബാബു തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്നൊക്കെയാണ് തിരക്കഥ. അതിനിടയ്ക്ക് എന്തോ മൊബൈൽ വന്നു എന്നാണ്. അതിൽ തന്നെ ദിവ്യയുടെ അടക്കം മൊബൈൽ ഫോൺ ഒന്നും ഇതുവരെ ട്രാക്ക് ചെയ്തിട്ടില്ല, റെക്കോർഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ദിവ്യയുടെ മൊബൈൽ ഫോൺ എടുത്താൽ മാത്രം ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ട് എന്നറിയാൻ പറ്റും. മാത്രമല്ല, ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ, പ്രശാന്തെന്നോ എന്തോ ഇനീഷ്യലൊക്കെ ഉള്ള 2 ഇനീഷ്യലൊക്കെ ഉള്ള ഒരാൾ, അയാൾ പരാതി കൊടുത്തു എന്ന് പറയുന്ന പരാതി കള്ളപ്പരാതിയാണെന്ന് ഉറപ്പായിട്ടുണ്ട്. കാരണം അത് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കൃത്രിമമായി ഉന്നതങ്ങളിൽ ഉണ്ടാക്കിയ പരാതി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അത് പോർട്ടലിലില്ല അങ്ങനെ ഒരു പരാതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിട്ടാൽ
രാത്രിയാണെങ്കിൽ പോലും നമുക്ക് ആ അപ്ഡേഷൻ പോർട്ടൽ രജിസ്ട്രേഷൻ കിട്ടും, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ ഡ്രൈവർ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ തിരിച്ച് രാവിലെ വീട്ടിൽ ചെല്ലുന്നു. ഒന്നാമത് അയാൾക്ക് രാവിലെ വീട്ടിൽ ചെല്ലേണ്ട കാര്യമില്ല, അയാൾ തലേദിവസം ട്രെയിനിൽ കയറ്റി വിട്ട ആളാണ്. അപ്പം അയാൾ പോകേണ്ട ഒരു കാര്യം അയാൾക്കില്ല. എങ്കിലും അയാൾ വീട്ടിൽ ചെല്ലുന്നു. ഞാൻ എൻ്റെ ഒരു ADM പോലൊരു ഉദ്യോഗസ്ഥൻ്റെ ഡ്രൈവറാണ് ഞാനെങ്കിൽ അയാൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വാതിൽ തുറന്നു കിടക്കും. വീടിന്റെ വാതിൽ തുറന്നു കിടക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇല്ലാതിരിക്കാണ് സാധ്യത, അല്ലേ? അദ്ദേഹം പോയല്ലോ. ഇയാളുടെ കണക്കിൽ എന്താ, അയാൾ പോയി. അപ്പൊ എങ്ങനെ വാതിൽ തുറന്നു? പൂട്ടാൻ മറന്നുപോയതാണോ സാറ്? എങ്കിൽ ഇയാൾ നേരെ അകത്ത് കയറിയിട്ട് സാറേ എന്താ അത് വാതിൽ, അല്ലെങ്കിൽ എന്താ വാതിൽ പൂട്ടാതിരിക്കണേ എന്ന് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. അങ്ങനെയാണല്ലോ ഞാനാണെങ്കിലും ചെയ്യാതാ. അയ്യോ സാറ് വാതിൽ പൂട്ടാൻ മറന്നുപോയി. ഒരു പക്ഷെ ഒന്നും ഉണ്ടാവില്ല, അയാളുടെ താനൊക്കെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വാതിൽ പൂട്ടേണ്ട കാര്യമല്ലേ. പക്ഷെ ഇയാൾ അകത്ത് കയറുന്നില്ല, ഈ ഡ്രൈവർ അകത്ത് കയറുന്നില്ല. അത് തുറന്നു കിടന്നിട്ട് അയാൾ ഗൺമാനെ വിളിക്കുന്നു, നാട്ടുകാരെ വിളിക്കുന്നു. എന്തിനാണ് ഒരു ഡ്രൈവർക്ക് ഒരു ഓഫീസറുടെ വീട്ടിൽ, അത് അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, കുടുംബമൊന്നുമില്ല. ഇപ്പം അങ്ങനെ ഉണ്ടാവാൻ തുറന്നു കിടക്കുന്ന വാതിൽ കയറിയിട്ട് എന്താ സാറേ പോയില്ലേ എന്നല്ലേ എന്ന് ചോദിക്കാതിരുന്ന എന്തുകൊണ്ട്? അയാൾ എന്തുകൊണ്ട് പുറത്തു നിന്ന് ഗൺമാനെ വിളിച്ചു? അതൊക്കെ വലിയ സംശയമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ഇവരുടെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ഞങ്ങൾ വന്നിട്ട് മതി എന്ന് അവരുടെ കുടുംബക്കാർ വിളിച്ചു പറയുന്നു. പക്ഷെ അതൊക്കെ ധിക്കരിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. പരിയാരം മെഡിക്കൽ കോളേജ് നമുക്കൊക്കെ അറിയാലോ, എത്രയോ കൊല്ലമായി CPM-ന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാണ്. MV ജയരാജൻ എന്ന ജില്ലാ സെക്രട്ടറി നേരിട്ടാണ് നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിക്കുന്നത്. അയാൾ ഏത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് എനിക്കറിയില്ല, എന്തായാലും എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നു. ആ കേസ് അങ്ങനെ തന്നെ ആ പോസ്റ്റ്മോർട്ടം നടക്കുന്നു. ഇവർ ചെല്ലുപിടിക്ക് പോസ്റ്റ്മോർട്ടം നടന്നു. പക്ഷേ പാർട്ടിയാണ്, എല്ലാം പാർട്ടി ആയതുകൊണ്ട്, ഇവരും പാർട്ടി ആയതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് അങ്ങനെ സംശയമൊന്നും ഉന്നയിക്കാൻ പറ്റില്ല. ഇവരവിടുന്ന് ബോഡി കൊണ്ടുവന്ന് കത്തിക്കുന്നത് വരെ MV ജയരാജൻ കൂടെയുണ്ട്. എന്ന് പറഞ്ഞാൽ തെളിവിൻ്റെ അവസാനത്തെ കണിക വരെ കളയുന്നവരെയുണ്ട്. പിന്നൊരു പ്രധാന പ്രശ്നം, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം, ഈ കേസ് അന്വേഷിച്ച DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അയാൾ റിട്ടയർ ചെയ്തു. കേസിൻ്റെ പ്രാഥമിക ഇങ്ങനത്തെ കേസിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫസ്റ്റ് 24 hours വളരെ ഇമ്പോർട്ടൻ്റാണ്. മർഡർ ഉണ്ട് 24 to 48 hours. ആ സമയത്താണ് തെളിവിൻ്റെ ഏറ്റവും നിർണായകമായ തെളിവ് കിട്ടുക. ആ തെളിവ് മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തി ഇത് ആത്മഹത്യയാണെന്നും ദിവ്യ പറഞ്ഞിട്ട് ഇയാൾ ഇതാണെന്നുള്ള കഥയൊക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ കേട്ടിട്ടുള്ള തിരക്കഥ ഉണ്ടാക്കിയ ആ മനുഷ്യൻ റിട്ടയർ ചെയ്ത് മാസങ്ങൾക്കകം ജില്ലാ പഞ്ചായത്ത് മെമ്പറായി CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ജയിക്കുന്നു. പ്രധാന ഉദ്യോഗസ്ഥൻ. നമ്മൾ ജഡ്ജിമാരെ പറ്റി പറയാറുണ്ട്, ജഡ്ജിമാർ ഒരു അലവലാതി വിധി വിധിച്ചാൽ, ഗവൺമെൻറ് അനുകൂലമായി ചോദിച്ചാൽ അയാൾ റിട്ടയർ ചെയ്യുന്ന ഉടനെ അയാൾ രാജ്യസഭ മെമ്പറാവും, ഗവർണറാവും. ഇപ്പോൾ പാറ്റകൾ പോലും പറയുന്ന ഒരു പ്രധാന കാര്യമാണ് അങ്ങനെ ചെയ്യരുത്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ആളാവും. മറ്റൊന്ന്, ഇതിലിപ്പോൾ CBI ഏറ്റെടുത്താൽ, CBI ഞാനങ്ങനെ ദൈവം പോലെ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. നമ്മൾ സേതുരാമയ്യർ CBIയുടെ പോലെയൊന്നുമല്ല CBI അല്ല. CBI സിനിമയിൽ കാണുന്ന CBI ഒന്നുമില്ല. എനിക്ക് വളരെ മോശപ്പെട്ട അനുഭവങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ നിരവധി കേസുകൾ CBI കുളമാക്കിയിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. CBI വന്നാൽ ഇത് ശരിയാവുന്നു എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. നല്ല ഉദ്യോഗസ്ഥൻ വന്നാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ CBI വന്നാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ ഒരു താൽക്കാലിക ഉദ്യോഗസ്ഥനാണ്, അല്ലേ? ഒരു ഇലക്ട്രീഷ്യനോ അങ്ങനെ എന്തോ ആണ്. അയാൾക്കൊരു പെട്രോൾ പമ്പ് എടുത്താനുള്ള കാശൊന്നും ഇല്ല. അയാൾ എവിടുന്ന് കാശുണ്ടാക്കി? അപ്പോൾ അയാളുടെ വരുമാനം അയാൾ കാണിക്കണമല്ലോ. അയാൾ കൈക്കൂലി കൊടുക്കാൻ പോകണമെങ്കിൽ കാശ് വേണമല്ലോ ഇയാൾക്ക്. 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ 5 മാസം വർക്ക് ചെയ്യണം. നവീൻ ബാബു പറഞ്ഞ് 1 ലക്ഷം രൂപ അയാൾ കൊടുത്തു എന്നാണെങ്കിൽ 5 മാസം വർക്ക് ചെയ്യണം. അപ്പൊ അയാളുടെ 5 മാസത്തെ ശമ്പളം അല്ലല്ലോ കൊടുത്തേ. നവീൻ ബാബു പറഞ്ഞതിലും 500 രൂപ മറ്റോ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇയാൾ എവിടുന്ന് കൊടുത്തു ഈ പൈസ? ഇത് ബേസിക്കായിട്ട് അന്വേഷിക്കണ്ടേ. 2, ഇയാൾ ഒറ്റയ്ക്കല്ലാതെ അപേക്ഷ കൊടുത്തതെന്ന് പറയുന്നു. ആ അപേക്ഷയിൽ അതിൻ്റെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു, സൈൻ ചെയ്ത്. ആ പാർട്ട്ണർഷിപ്പ് ഫോം ഫോട്ടോ ഇതിപ്പോൾ കാണാനില്ല. ആരാണ് പ്രശാന്തിൻ്റെ പാർട്ട്ണർ? അറിയണ്ടേ? പ്രശാന്തിൻ്റെ പാർട്ട്ണർ ആരാന്ന് നമ്മൾ അറിയണ്ടേ? അപ്പോൾ പ്രശാന്തിൻ്റെ പാർട്ട്ണർ ആരാന്ന് അറിഞ്ഞാൽ ഈ കേസിന് വേറെ കുറേ മാർഗങ്ങളുണ്ടാവും. ദിവ്യയുടെ ഭർത്താവിനെ കുറിച്ച് വരെ അതിൻ്റെ ആരോപണങ്ങളുണ്ട്. എനിക്കറിയില്ല ആരാ. അദ്ദേഹം ഒരു ഇതൊക്കെയാണ്, അവിടെ തന്നെ സർക്കാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണല്ലോ കോളേജിൽ. അപ്പോൾ അതും ഇതിലൊരു പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ റെക്കോർഡ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ CBIക്ക് വേണമെങ്കിൽ ഈ ഫോൺ റെക്കോർഡ്സ് മുഴുവൻ എടുക്കുകയും PP ദിവ്യ ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു കേസിൽ പ്രതിയായാൽ നമ്മുടെ ഫോൺ പിടിച്ചെടുത്തിട്ട് നമ്മൾ ആരെയൊക്കെ വിളിച്ചു, ആര് വിളിച്ചു, ലാസ്റ്റ് വിളിച്ചത് ആരെ, കഴിഞ്ഞ കുറേ ഈ റെക്കോർഡ്സൊക്കെ എടുക്കണമല്ലോ.
അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ കളക്ടർ, ഉദാഹരണത്തിന് കളക്ടർ ഇവരെ വിളിച്ചു എന്നാണ് പറയുന്നത്. വിളിച്ചില്ലോ എന്നറിയില്ല. അവർക്കൊരു പങ്കുമില്ലാത്തൊരു യാത്രയപ്പിലാണല്ലോ അവർ വന്നത്, ഒരാവശ്യമില്ലാണ്ടാണല്ലോ വന്നത്. അപ്പം ആരാണ് ഇവരെ അവിടേക്ക് അയച്ചത്? ആരാണ് ഈ ക്യാമറാമാനെ അവിടെ വിളിച്ചോളൂ ഇത് ഷോട്ട് ചെയ്യാൻ? അല്ലെങ്കിൽ അത് ഒരു വാർത്താ പ്രാധാന്യമില്ലാത്തൊരു കാര്യമാണ്. ഏതെങ്കിലും ചാനല്, ജില്ലാ ചാനൽ വന്നിട്ട് ഒരു യാത്രയപ്പ് എടുക്കുമോ? അയാൾ അത്ര വലിയ ദിവസമൊന്നുമല്ല, കളക്ടറാണെങ്കിൽ പിന്നെ എടുത്തു നോക്കിയാൽ. ഒരു ADM യാത്രയിൽ പോകണേന് ആരെങ്കിലും എടുക്കും? അതിന് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കും, മൊമെൻറ്റോ കൊടുക്കും, വിടും. പക്ഷെ ഒരു ജില്ലാ പഞ്ചായത്ത് ചാനൽ, ജില്ലാ ചാനൽ അത് എടുക്കുന്നു, അതിലിവർ പ്രസംഗിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ ഞാൻ കണക്കാക്കുന്നത് ദിവ്യ പറഞ്ഞ് ശരിയാണ്, ഞാൻ മാത്രമാണോ പ്രതി? അത് ആ സംശയം നമുക്ക് ആദ്യം മുതലേ ഉണ്ട്. മാത്രമല്ല, ദിവ്യ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മാത്രം ഇപ്പോൾ പ്രതിയായാൽ മതി, നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന് ഉറപ്പിൽ ദിവ്യ പ്രതിയായതാണോ? കാരണം ദിവ്യക്ക് വലിയ സ്വീകരണമൊക്കെയാണ് കിട്ടണേ. ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങി വരണമൊക്കെ കണ്ടാൽ നമ്മൾ ഏതാണ്ട് ഫിലിം ഷൂട്ടിങ്ങിന് വരണ മാതിരിയാണ്, വളരെ ഇതായിട്ട് എല്ലാം അണിഞ്ഞൊരുങ്ങിയൊക്കെയാണ് വരുന്നത്. അവർ 10 ദിവസം കുറെ ഈ ജാമ്യം എന്താ പറയുക, മുൻകൂർ ജാമ്യം കൊടുത്ത് അവർ ഒളിപ്പിച്ച് താമസിച്ചത് പാർട്ടി വീടുകളിലാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇതിൽ പാർട്ടിക്ക് എന്താണ് താല്പര്യം? എന്താണ് താല്പര്യം? പെട്രോൾ പമ്പിൽ ആരാണ് പാർട്ട്ണർ? ദിവ്യയെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? ഇത്രയും കാര്യങ്ങൾ CBIക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞാൽ, ഇത് ചിലതൊക്കെ കണ്ടെത്താൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പാർട്ണർഷിപ്പ് ഫോം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. രജിസ്റ്റർ ചെയ്യാത്ത പാർട്ണർഷിപ്പ് ഫോം എടുക്കില്ല, പെട്രോൾ പമ്പ് ആപ്ലിക്കേഷൻ പറ്റില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ കാണും. എനിക്കറിയില്ല. അതാർത്ഥത്തിൽ അവർക്ക് അത് അന്വേഷിക്കാം. ടെലിഫോൺ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിന് നമുക്ക് കിട്ടാം. അതുപോലെ പ്രശാന്തൻ ഈ കേസിൽ പ്രതിയല്ല. പ്രശാന്തൻ ഈ കേസിൽ പ്രതിയാണ്. കാരണം ഇതിൽ പ്രധാന പരാതിക്കാരൻ പ്രശാന്തനാണ്. അയാളുടെ പരാതിയുടെ പുറത്താണ് ഈ ആക്ഷൻ മുഴുവൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പ്രശാന്തനുണ്ട്. പ്രശാന്തൻ വന്നാൽ ഗൂഢാലോചനയുടെ മറ്റേറ്റം പിടിക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. CBI നാളെ പ്രശാന്തനെ ചോദ്യം ചെയ്യുകയും പ്രശാന്തൻ്റെ പിൻബന്ധങ്ങൾ പറയുകയും ചെയ്യാം. മാത്രമല്ല, ഒന്ന്, കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് ഗുരുതരമായ ഒരു ദൗർബല്യം സംഭവിച്ചിട്ടുണ്ട്. പഴയ പോലെ പാർട്ടി പറയുന്നത് പോലെ എല്ലാം നടക്കുമെന്ന വിശ്വാസം അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് ഇല്ലാതായിട്ടുണ്ടെന്നാണ് ഇലക്ഷൻ റിസൾട്ട് കാണിക്കുന്നത്. ഒന്ന്. അത് മാത്രമല്ല, പോലീസ് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പാർട്ടി ഗ്രാമങ്ങളിൽ മുടക്കുഴിമലയോ അതുപോലെയുള്ള സ്ഥലത്ത് പോയി രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യുന്നത്, കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അന്ന് UDF ഭരണ. അതുകൊണ്ട് അറസ്റ്റ് നടക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. കാരണം അല്ലെങ്കിൽ അറസ്റ്റ് നടക്കില്ല, ഇയാളെ കിട്ടിയില്ല. അതുകൊണ്ട് ഈ കേസിൽ ഈ ദിവ്യയ്ക്ക് നീതി കിട്ടണമെങ്കിൽ അതിനൊരു വഴിയാവുന്നു CBI അന്വേഷണം. കേരള പോലീസ് എങ്ങനെ അന്വേഷിച്ചാലും നടക്കില്ല. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയേണ്ടത്, കണ്ണൂർ ജില്ലകളുടെ ഏറ്റവും വിഡ്ഢിയായ ഒരു ജില്ലാ സെക്രട്ടറിയാണ്, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് KK രാഗേഷ്. അയാൾ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ അബദ്ധമാണ്, ആദ്യമേലെ അബദ്ധമാണ്. അത് കുഞ്ഞികൃഷ്ണൻ്റെ കണക്കിൻ്റെ കാര്യമായാലും, ഏറ്റവും ഒടുവിൽ മുസ്ലിം വർഗീയവാദികളാണ് തോൽപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളതായാലും, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതായാലും, അയാൾ ചോദിച്ചൊരു ചോദ്യം, സുപ്രീം കോടതിയേക്കാൾ വലുതാണോ ഇവരെന്ന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്ന്? അല്ല, സുപ്രീം കോടതിയൊക്കെ വലുതല്ല. സുപ്രീം കോടതിയിൽ കേസ് CBI അന്വേഷിക്കേണ്ടെന്നു. ശരിയാ. എന്താ കാരണം? സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കേണ്ടെന്ന്. ഇപ്പം സംസ്ഥാന സർക്കാരിനെ വിശ്വാസം നഷ്ടപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വിടാലോ. നമ്മൾ ഓർക്കേണ്ടത് സോളാർ കേസാണ്. സോളാർ കേസ് ഇവിടുത്തെ എല്ലാ അന്വേഷണം നടത്തി ഒന്നും കിട്ടിയില്ല, എല്ലാം പോയി. അവസാനം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ സോളാർ കേസ് CBIക്ക് വിട്ട ഒരു പിണറായി വിജയൻ എന്നൊരു ആഭ്യന്തരമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. സരിതയുടെ ഒരു അരപ്പായ കടലാസ് പരാതിയിൽ സരിതയുടെ ഒരു പരാതി എഴുതി മേടിച്ചു, CBIക്ക് വിട്ടു. CBIയുടെ ബലം എന്തായെന്ന് നമുക്കറിയാം. ഒരു പ്രതിയും ശിക്ഷിച്ചില്ല, എല്ലാവരും റിലീസ് ചെയ്തു. അപ്പോൾ CBI ഒരു സർക്കാരിന് ഒരു കേസ് സർക്കാർ വേണ്ടി CBIക്ക് വിടാം, തെറ്റൊന്നുമില്ല. പക്ഷെ വിട്ടാൽ എത്രത്തോളം ഗുണമുണ്ടാവും, എത്രത്തോളം നീതി ലഭിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.